നമസ്കാരം, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കാച്ചി എണ്ണയാണ്. നമ്മുടെ പ്രേക്ഷകർ കുറെ നാളുകളായി എന്നോട് ചോദിക്കാൻ തുടങ്ങിയിട്ട്, ചേച്ചി എങ്ങനെയാണ് കാച്ചി എണ്ണ ഉണ്ടാക്കാന്ന്. അപ്പോൾ പല രീതിയിൽ നമുക്ക് കാച്ചി എണ്ണ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ നാട്ടിൽ പോകുമ്പോൾ നാട്ടിൽ കിട്ടുന്ന കയ്യോന്നിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഞാൻ കാണിച്ചു തരാം തീർച്ചയായിട്ടും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. പിന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കൂ. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ചേച്ചി മുടി കൊഴിച്ചിൽ എന്താണ് പ്രതിവിധി, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറുമോ, ചേച്ചി ഏത് എണ്ണയാണ് തേക്കുന്നത് എന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രീവിയസ് എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ PCODയുടെ എപ്പിസോഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എനിക്ക് ഒരുപാട് എൻ്റെ മുടി കൊഴിയുന്നുണ്ട്, PCOD ഉള്ള കാരണം എനിക്ക് മുടി കൊഴിച്ചിൽ വരുന്നതെന്ന്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുടി കൊഴിച്ചിലിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ പറഞ്ഞത് PCOD. അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് വന്നു കഴിഞ്ഞാലും മുടി കൊഴിച്ചിൽ നല്ലോണം ഉണ്ടാവും. പിന്നെ ഹോർമോൺ ഇംബാലൻസ്, ഇപ്പം നമ്മുടെ സ്ത്രീ ഹോർമോൺസിന്റെ കുറവ് സംഭവിക്കുന്നതും അതൊക്കെ ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കെമിക്കൽസിന്റെ ഉപയോഗം കൂടുതലായിട്ടുള്ള നമ്മുടെ കെമിക്കൽസ്, അതായത് ഷാമ്പു ആവാം, കണ്ടീഷണർ ആവാം, അതുപോലെ തന്നെ സ്ട്രെയിറ്റനിങ് ജെൽ ആവാം, പിന്നെ എന്തും ആവാം. നമ്മുടെ മുടിയിൽ ഒരുപാട് കൂടുതൽ അതിൻ്റെ അളവ് കൂടുമ്പോഴും നമ്മുടെ മുടിയുടെ ശക്തി കുറയുകയും പതുക്കെ മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ കൂടുതലും അങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഒരുപാട് കെമിക്കൽസ് ഉള്ള ഷാമ്പു അതുപോലെ തന്നെ കണ്ടീഷണർ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തലയോട്ടിൽ ഒരിക്കലും തട്ടാതിരിക്കുക. തലയോട്ടിൽ അത് കണ്ടീഷണർ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള മുടി ഇഴകളിലാണ് നമുക്ക് കണ്ടീഷണർ അപ്ലൈ ചെയ്യേണ്ടത്. അത് വൺസിനെ വയൽ മാത്രം ചെയ്യുക. നിങ്ങൾക്ക് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ. ഞാൻ കണ്ടീഷണർ അപ്ലൈ ചെയ്യാത്ത ഒരാളാണ്. സ്ട്രെയിറ്റൻ ചെയ്യുകയാണെങ്കിലും ഒരുപാട് നമ്മുടെ മുടിയിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നതല്ലേ, നമ്മൾ വെച്ചിട്ടും പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം മുടിക്ക് നമ്മൾ ഒരുപാട് സ്ട്രെസ്സാണ് നമ്മളവിടെ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ മുടീനെ ഉപദ്രവിക്കുമ്പോൾ മുടി തിരിച്ചെന്ത് ചെയ്യും, നമ്മളോട് പകരം വീട്ടും, മുടി അങ്ങ് കൊഴിഞ്ഞു പോകും. പിന്നെ വേറൊരു മുടി കൊഴിച്ചിലിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഒരുപാട് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ മുടി കൊഴിയും. പിന്നെ അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ. നമ്മളിപ്പോൾ അതായത് 1 മണിക്ക് 2 മണിക്കൊക്കെ ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, അതേസമയം ഏർലി മോർണിംഗ് അവർക്ക് എണീക്കണം. അപ്പോൾ ഉറക്കം തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ മിനിമം 6 മണിക്കൂർ ഉറങ്ങണം എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരുപാട് പേര് ഇപ്പോഴും അധികം ഉറക്കം കിട്ടാറില്ല. സ്ട്രെസ് വന്നു കഴിഞ്ഞാലും ഉറക്കം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കും ഒരുപാട് മുടി കൊഴിഞ്ഞു പോകും. പിന്നെ വേറൊരു കാര്യം നമ്മളെ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് വിന്റർ സീസണിലൊക്കെ വരുമ്പോൾ, അതായത് തണുപ്പ്, നമ്മുടെ സ്കാൽപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആവും ആ സമയത്ത്. അപ്പം എനിക്ക് പ്രത്യേകിച്ചും വിന്ററിലൊക്കെ ഭയങ്കരമായിട്ട് മുടിയങ്ങ് കൊഴിയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എണ്ണയൊക്കെ തേച്ച് കുറച്ച് നമ്മളെ സ്കാൽപ്പിനൊക്കെ നല്ല കുറച്ച് വെറ്റായിട്ട് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ വിന്റർ സീസൺ വരുമ്പോൾ, ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഇതേപോലെ മുടി കൊഴിച്ചിൽ വരാം. പിന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സാഹചര്യം, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഭയങ്കര ചൂട്ടത്തായിരിക്കും ജോലി ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് അല്ലേ. കണ്ടിന്യൂസ്ലി ഭയങ്കര ചൂടായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ ശക്തി കൂടും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ഇപ്പോൾ ഈ പ്രത്യേകിച്ചും ജോലിയൊന്നും ചെയ്യാത്ത സ്ത്രീകളൊക്കെയാണ്, ഇപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ മിക്കതും നമ്മുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ജീവിതം അല്ലേ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വീട്ടിൽ അടച്ചിരിക്കുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് ഉണ്ടാകുന്ന സംഭവമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. ദുബായിലൊക്കെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര ലോ ആയിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ മുടി കൊഴി, അതേപോലെ തന്നെ ജോയിന്റ് പെയിൻസ് വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ മുടി കൊഴിച്ചിലിൻ്റെ പുറകിൽ. അപ്പം നിങ്ങൾ എന്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ഒരുപാട് കൂടുതൽ, അതായത് ലിമിറ്റിന് മുടി കൊഴിച്ചിലുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ആദ്യമേ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദയവായി നിങ്ങൾ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക. ഒരു ജനറൽ ഫിസിഷ്യനെ പോയി കൺസൾട്ട് ചെയ്താൽ മതി. അദ്ദേഹത്തിനോട് പറയാം ഇങ്ങനെ ഇതേപോലെ തന്നെ ഒരുപാട് മുടി കൊഴിയുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം നമ്മുടെ എല്ലാ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും അല്ലേ. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്കത് പരിഹരിക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്രശ്നം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് മാറ്റാവുന്നതുള്ളൂ. ചിലപ്പോൾ സിമ്പിൾ റീസൺസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർ ഡയറ്റ് ഇല്ലാത്ത കുറേ പേരുണ്ട്. ഇപ്പോൾ കുറേ പേർക്ക് സ്ലിം ആവാനുള്ള ടെൻഡൻസി ഉള്ള കാരണം ശരിയായ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാണ്ട് ഒരുപാട് പേർക്കും ഇൻഡെഫിഷ്യൻസി വരാറുണ്ട് പല വൈറ്റമിൻസിൻ്റെ. അപ്പം അങ്ങനെ വരുമ്പോഴും മുടി കൊഴിച്ചിൽ വരാം. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പം
എണ്ണ തേച്ചുകൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾക്കൊരു പനങ്കൊല പോലെ മുടി വരില്ല. അത് നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ പണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വളരെ കുറവായിരുന്നു നമ്മുടെ അമ്മമാരുടെ സമയത്ത് അല്ലെ. ഇപ്പോഴാണ് ഒരുപാട് ഇഷ്യൂസും ഇതേപോലെ ഹോർമോൺ ഇംബാലൻസിന്റെയും PCODയുടെയും പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളോട് അതെനിക്ക് പറയാനില്ല. അപ്പൊ എന്റെ ഈ എണ്ണ തേച്ചുകൊണ്ട് പനങ്കൊല പോലെ മുടി വളർന്നു എന്ന് ഞാൻ അവകാശപ്പെടില്ല. കാരണം അത് സത്യമല്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ലാത്ത കുട്ടികൾ, ഇപ്പൊ 10-15 വയസ്സായ കുട്ടികൾ, ഇപ്പൊ കുട്ടികൾക്കൊക്കെ മുടി കൊഴിച്ചിൽ വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, ഇപ്പൊ നമ്മൾ വെള്ളം മാറി കുളിച്ചു കഴിഞ്ഞാൽ വാട്ടറിൽ ക്ലോറിന്റെ കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ വരാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വാട്ടർ ഒഴിവാക്കാം. അതായത് ബക്കറ്റിൽ വെള്ളം, അപ്പൊ നിങ്ങൾക്ക് രാവിലെ കുളിക്കണമെന്നുണ്ടെങ്കിൽ തലേദിവസം രാത്രി തന്നെ ബക്കറ്റിൽ വെള്ളം പിടിച്ചു വെച്ചിട്ട് രാവിലെ കുളിച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കുറെ ഒഴിവാക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എണ്ണ പുരട്ടിയിട്ട് എന്തായാലും ചേഞ്ചസ് വരും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും കൂടുതൽ ഇഷ്യൂ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതിന്റെ കൂട്ടത്തിൽ കൂടി ഈ എണ്ണയും കൂടെ തേക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പൊ ഉരുക്ക് വെളിച്ചെണ്ണ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ പറയുന്ന എണ്ണ കാച്ചിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് കാച്ചിയ എണ്ണ തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എണ്ണ കാച്ചാൻ തുടങ്ങാം. ആദ്യം തന്നെ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ്. അപ്പൊ നെല്ലിക്ക ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ നെല്ലിക്ക ആയതുകൊണ്ടാണ് ഞാൻ 7 എണ്ണം എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ചെറിയ നെല്ലിക്ക ആണെന്നുണ്ടെങ്കിൽ 10 നെല്ലിക്ക എടുക്കാം. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഫ്രഷ് നെല്ലിക്ക ഇല്ല എന്നുണ്ടെങ്കിൽ നെല്ലിക്കയുടെ പൊടി എടുത്താലും മതിയാകും. നെല്ലിക്ക ഏറ്റവും നല്ലതാണ്, നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് നൽകും. അതുപോലെ തന്നെ മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ നെല്ലിക്ക വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഞാനിപ്പോൾ 7 നെല്ലിക്ക എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെ നമുക്ക് ആദ്യം തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ച് വെക്കണം. അപ്പൊ ഈ നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ കണ്ട, നെല്ലിക്കയിൽ ഓരോരോ ഡിവിഷൻസ് ഉണ്ട്. അതായത് ഒരു ലൈൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത ലൈൻ ഉണ്ട്. ഈ ഓരോ ലൈൻസിൽ കൂടെ ഇങ്ങനെ കത്തി ഓടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ നെല്ലിക്ക ഇങ്ങനെ മുറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ 7 നെല്ലിക്ക ഞാൻ ഇതേപോലെ മുറിച്ചെടുക്കട്ടെ. അതിനുശേഷം വളരെ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് നുറുക്കിയെടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഇതാ ഞാനിപ്പോൾ 7 നെല്ലിക്കയും ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 250 ഗ്രാം ചെറുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 30-35 ചെറുള്ളിയോളം വരും. ചെറുള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കുക. പക്ഷെ നമ്മുടെ പണ്ടത്തെ കാലത്തൊന്നും നമ്മൾ സവാളയൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ചെറുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ചെറുള്ളിയുടെ മണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെറുള്ളി അവോയ്ഡ് ചെയ്യാം. പക്ഷെ ഏറ്റവും നല്ലതാണ് ചെറുള്ളി നമ്മുടെ മുടിക്ക്. അപ്പം ഇത് ഇതേപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചിടുക. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കേണ്ടതാണ്. എന്നാലും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ടെങ്കിൽ അരയ്ക്കാൻ എളുപ്പമായതുകൊണ്ടാണ് അങ്ങനെ മുറിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചെറുള്ളി മൊത്തത്തിൽ മുറിച്ചതിന് ശേഷം നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. ഇതാ ചെറുതായി നുറുക്കിയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. നല്ല ഫ്രഷ് കറിവേപ്പില, ഒരു വലിയ കൈപ്പിടി കേട്ടോ. അത് ഞാനിവിടെ വാങ്ങിക്കുമ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ പാർക്കിൽ നിന്നാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഒരു 3 പാക്കറ്റ് കറിവേപ്പില എനിക്ക് വേണ്ടി വന്നു. അപ്പോൾ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ നമ്മൾ കറികളിൽ തന്നെ എപ്പോഴും കറിവേപ്പില കൂടുതൽ ഉപയോഗിക്കുക. കറിവേപ്പില നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉലുവയാണ്. 1 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് മാറാൻ വേണ്ടി കണ്ടിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഉലുവയുടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഉലുവയുടെ മണം അധികം ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ. നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഉലുവ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഉലുവയുടെ അളവ് കൂട്ടാം, അളവ് കുറയ്ക്കാം. ഉലുവ വേണ്ട എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഉലുവ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് പ്രദാനം ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെ തലയിൽ താരനൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഉലുവ നമ്മൾ സാധാരണ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മമ്മയൊക്കെ പണ്ടത്തെ കാലത്ത് ഞാൻ കുട്ടിയായിരുന്ന സമയത്തൊക്കെ എൻ്റെ അമ്മയ്ക്കും എനിക്കൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തു വെക്കും. എന്നിട്ട് ആ കഞ്ഞിവെള്ളത്തിൽ ഉലുവ കുതിർത്തതും കൂടെ അരച്ചിട്ട് തലയിൽ തേച്ച് വരുമായിരുന്നു. അത് ശരിക്കും തലയ്ക്കൊക്കെ നല്ല തണവ് നൽകുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇന്നൊന്നും ചിലർക്ക് പക്ഷെ അത് തണുപ്പ് കൂടുതൽ, അതായത് സൈനസിന്റെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ അത് പറ്റില്ല. അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചിലപ്പോൾ ഉലുവയുടെ ആ കുത്തുന്ന സ്മെല്ല് ശരിയായി വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ അല്ലെങ്കിൽ സൈനസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉലുവ ഇടണമെന്ന് നിർബന്ധമില്ല.
അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉലുവ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. നന്നായി വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹീറോ, അതായത് കറ്റാർവാഴ, ആലോവേര. ഇപ്പൊ കറ്റാർവാഴ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ കറ്റാർവാഴയാണ്. പക്ഷെ എൻ്റെ ഇപ്പോൾ ഇവിടെ ദുബായിലത്തെ വീട്ടിൽ കറ്റാർവാഴ ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ നാട്ടിൽ നിന്ന് സാധാരണ വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ അതായത് ഒരു വലിയ കറ്റാർവാഴയുടെ പീസാണിത്. അതായത് ഞാൻ 2 പീസായിട്ട് മുറിച്ച് വെച്ചിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത് നമുക്ക് ഇതിന്റെ മുള്ള് മാത്രം കളഞ്ഞാൽ മതി. ചിലവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഉള്ളിലത്തെ ജെല്ല് മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ സാധാരണ രീതിയിൽ ഇതിന്റെ മൊത്തത്തിലുള്ള പച്ചഭാഗവും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മുള്ള് മാത്രം ജസ്റ്റ് ഒന്ന് കളയാം. അതേസമയം നമ്മളിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ, ആ സമയത്ത് പച്ചഭാഗം എടുക്കില്ലേ, ഉള്ളിലത്തെ ഫ്ലഷ് മാത്രം നമ്മൾ എടുക്കുകയാണ് ചെയ്യുക. അത് നമുക്ക് കുറേ ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും ജെല്ല്. അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് ജെല്ല് പ്രിസർവ് ചെയ്ത് വെക്കുക എന്നുള്ള വീഡിയോ. അപ്പോൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കറ്റാർവാഴയുടെ ചെടിയിൽ നിന്ന് മുറിക്കുമ്പോൾ ഏറ്റവും താഴെ നിന്ന് അങ്ങ് മുറിക്കുക. അതിനുശേഷം അതിൽ നിന്നൊരു മഞ്ഞ കളർ ദ്രാവകം വരും, ഒരു യെല്ലോ കളർ, ഒരു ഭയങ്കരമായിട്ട് ലിക്വിഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ സ്കിന്നിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നല്ലോണം ചൊറിയാൻ തുടങ്ങും. അതുകൊണ്ട് ആ കുറെ നേരം നമുക്ക് ഇങ്ങനെ കറ്റാർവാഴ എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കുക. ചാരി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞ കളറൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകും. അതിനുശേഷം 2-3 പ്രാവശ്യം നന്നായി കഴുകുക. അതിനുശേഷം നന്നായി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ആ മഞ്ഞ കളർ ദ്രാവകം കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. അതിനുശേഷം മാത്രം നമ്മൾക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു പ്രാവശ്യം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാണ്ട് ഞാൻ നേരെ തന്നെ എടുത്തിട്ട് ആ മഞ്ഞ കളറോട് കൂടി എടുത്തിട്ട് ഞാൻ തലയിൽ, നാട്ടിലുള്ള സമയത്ത് തലയിൽ പരട്ടി. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ചൊറിയാനൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇതിന്റെ പുറകിൽ. ആ മഞ്ഞ കളർ നമ്മുടെ സ്കിന്നിൽ പലവർക്കും, എല്ലാവർക്കും അല്ല മിക്കവർക്കും അതൊരു ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കുക കേട്ടോ. അപ്പൊ ഇതിലിപ്പോൾ മഞ്ഞ കളർ ദ്രാവകമൊന്നുമില്ല, കംപ്ലീറ്റ് നല്ല ക്ലിയർ ആയിട്ടുള്ള കറ്റാർവാഴയാണിത്. നല്ല കുഞ്ഞു കഷ്ണങ്ങളാക്കി അങ്ങ് മുറിക്കുക. ഇപ്പൊ കറ്റാർവാഴ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇതിപ്പോ ദുബായിൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ വിൽക്കുന്ന നഴ്സറിയിൽ അവൈലബിൾ ആണ് കറ്റാർവാഴ. അത് എല്ലാം ഉണ്ട്, മിക്ക ചെടികളും നഴ്സറിയിലുണ്ട്. അതേപോലെ തന്നെ എല്ലാ എമിറേറ്റ്സിലും കറ്റാർവാഴ അവൈലബിൾ ആണ്. ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോൾ, ഞാൻ പണ്ട് ഇവിടെ വീട്ടിൽ ചെടി ഉണ്ടായിരുന്ന സമയത്ത് കറ്റാർവാഴ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കറ്റാർവാഴയും ഇതേപോലെ തന്നെ ചെറിയ പീസസ് ആയിട്ട് അങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അല്പം കുരുമുളക്. കുരുമുളക് എന്തിനാണെന്നറിയാം? ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുരുമുളക്. ഒരു 5-6 മണി കുരുമുളക്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ എണ്ണ നമ്മൾ തേക്കുമ്പോൾ ചിലവർക്കൊക്കെ കോൾഡ് വരും. അപ്പൊ കോൾഡൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു 5-6 കുരുമുളക് ചതച്ചിടുമ്പോൾ എണ്ണ കാച്ചുമ്പോൾ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ പഴയ ഓർമ്മയിൽ ഒരു 5-6 കുരുമുളകും കൂടെ അരച്ച് ചേർക്കാൻ പോവുകയാണ്. നിർബന്ധമൊന്നുമില്ല, മുടിക്ക് ഇത് ഇട്ടുകൊണ്ട് ഒരു ദോഷം വരാനില്ല. പക്ഷെ ഒരുപാട് ഇടാൻ പാടില്ല, ഒരു 5-6 മണി മാത്രം മതി ഈ കോൾഡ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ സാധാരണ രീതിയിൽ എൻ്റെ വീട്ടിലൊക്കെ എണ്ണ കാച്ചുമ്പോൾ നാട്ടിലേക്ക് കിട്ടുന്ന പല സംഭവങ്ങളും ഇടാറുണ്ട് അല്ലെ. ഇവിടെ പക്ഷെ നമ്മുടെ വീട്ടിൽ, അതായത് ദുബായിലും പോലെ അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ വീട്ടിൽ മിക്കവാറും അവൈലബിൾ ആവുന്ന ഐറ്റംസ് മാത്രമേ നമുക്ക് വെച്ച് എണ്ണ കാച്ചാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവിടെ തുളസി ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രൈഡ് തുളസി വാങ്ങിച്ചിട്ടുണ്ട്. അതിന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അരയ്ക്കാൻ പോവുകയാണ്. തുളസി ഇല്ലെങ്കിലും നിർബന്ധമൊന്നുമില്ല. പക്ഷെ തുളസിയുടെ ഒരു സ്മെല്ല് നമ്മുടെ എണ്ണയ്ക്കൊരു ഭയങ്കര നല്ലൊരു ഫ്ലേവർ, നല്ലൊരു സ്മെല്ല് കൊടുക്കും നമ്മുടെ എണ്ണയ്ക്ക്. അതുകൊണ്ട് ഞാൻ തുളസിയും കൂടി ഇടുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ അടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തുളസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി തുളസി ഇട്ടോളൂ നമ്മുടെ എണ്ണ കാച്ചുമ്പോൾ കേട്ടോ. അതേപോലെ തന്നെ മൈലാഞ്ചിയുടെ ഫ്രഷ് ആയിട്ട് ഇല നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി മൈലാഞ്ചിയുടെ ഇലയും കൂടി ഇട്ടോളൂ. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കയ്യോന്നി ഇടും. അതുപോലെ തന്നെ അഞ്ചതലുള്ള ചെമ്പരത്തിയുടെ മുട്ട നമ്മൾ എണ്ണ കാച്ചും ഇടാറുണ്ട്. പക്ഷെ ഇവിടെ എനിക്കതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പോൾ അത് നാട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. 2-3 ടൈപ്പ് എണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നാട്ടിൽ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഈ ഐറ്റംസ് മാത്രം വെച്ചിട്ട് എണ്ണ എങ്ങനെ കാച്ചാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറ്റാർവാഴ നന്നായിട്ട് അരച്ചെടുക്കുക. ഓക്കെ, കറ്റാർവാഴ അരച്ചെടുത്തിട്ട് അതിലാണ് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അരക്കേണ്ടത്. നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല, വെള്ളം ഇല്ലാണ്ട് തന്നെയാണ്. കാരണം ഒന്നിലും നമ്മളിപ്പോൾ കാണിച്ച ഇൻഗ്രീഡിയൻസിൽ ഒന്നിലും വെള്ളം ഒട്ടുമേ ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ബൗൾ എടുക്കുക. ആ മിക്സിയുടെ ബൗളിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറ്റാർവാഴയുടെ പീസസ് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ബൗളിൽ ഒട്ടും വെള്ളം തുടച്ചു വെച്ചിരിക്കുന്ന മിക്സിയുടെ ബൗളാണ്. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുത്തിട്ട് ഞാൻ കൊണ്ടുവരാം. കറ്റാർവാഴ നന്നായിട്ട് ജ്യൂസ് ആക്കിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ടി വരില്ല. ആദ്യം കറ്റാർവാഴ അടിച്ചു കഴിഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ട്, അതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഇത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ.
ഇത് നന്നായിട്ട് അരയ്ക്കാം. അതായത് ഓരോന്നായിട്ട് ഇട്ട് അരയ്ക്കണം, അല്ല ഒരുമിച്ചിട്ട് അരച്ച് കഴിഞ്ഞാൽ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുക, അരയ്ക്കുക, അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഇട്ടതിന് ശേഷം അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ കറ്റാർ വാഴയും നെല്ലിക്കയും അരഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ അരഭാഗം എടുത്താൽ മതിയാവും. ഇതിന്റെയൊക്കെ പകുതി പോർഷൻ എടുത്താൽ മതിയാവും. ആദ്യമായിട്ടൊക്കെ എണ്ണ കാച്ചുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. അതിനുശേഷം നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് ചെറിയുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചിട്ട് വരാം. ചെറിയുള്ളിയും കുരുമുളകും കൂടി ഇട്ടിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള തുളസിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തുളസി ആണെങ്കിൽ തുളസി ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ കയ്യിലുണ്ടോ അതൊക്കെ ഇട്ട് കൊടുത്തോളൂ. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന സാധനം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ലൊരു എണ്ണ കാച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഞാൻ ഇതിലേക്ക് അവസാനമായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഒരു വലിയ കൈ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കൊന്ന് നിർത്തുക, എന്നിട്ട് മുകളിൽ നിന്നൊക്കെ തിരിച്ച് താഴേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് ഇതങ്ങ് അരച്ചിട്ട് ഞാൻ വരാൻ പോവാണ്. ഇതാ നമ്മുടെ മൊത്തത്തിൽ ഞാനിത് അരച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു തരി പോലും വെള്ളമില്ലാത്ത അരച്ച് വെച്ചിരിക്കുന്നതാണിത്. അപ്പം ഞാനിവിടെ ഐക്യ ഗ്ലാസ്സിലാണ് അളന്നിരിക്കുന്നത്. ഐക്യ ഗ്ലാസ്സിൽ അളന്നപ്പോൾ ഈ അളവ് നോക്കുമ്പോൾ ശരിക്കും 2.25 ഗ്ലാസ് അളവുണ്ട് ഈ മൊത്തത്തിൽ അരച്ചെടുത്തത് കേട്ടോ. അതിനനുസരിച്ച് വേണം നമ്മൾ ഇതിൽ ചേർക്കുന്ന വെളിച്ചെണ്ണയുടെ അളവ് തീരുമാനിക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2.25 ഗ്ലാസ്സിന് 3.5 ഗ്ലാസ് വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പം അതിൽ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, വളരെ എളുപ്പത്തിൽ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഉരുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് എണ്ണ കാച്ചാൻ പറ്റുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എണ്ണ കാച്ചാൻ പറ്റും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എണ്ണ കാച്ചാൻ പോകുന്നത്. അപ്പം നമ്മൾ എണ്ണ കാച്ചാനുള്ള ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. അതിലത്തെ കംപ്ലീറ്റ് വെള്ളം തുടച്ച് കളയാം. ഈ പാത്രത്തിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ അളന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെളിച്ചെണ്ണ അളന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. 3.5 ഗ്ലാസ് വെളിച്ചെണ്ണയും അളന്ന് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ അരച്ചിരുന്ന സംഭവം അളന്ന ഗ്ലാസ്സിലാണ് കേട്ടോ വെളിച്ചെണ്ണ അളന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇതിലേക്ക് കുറച്ച് ഇത് വീണിരിക്കുന്നത്. നമുക്ക് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ടതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയും നമ്മുടെ നെല്ലിക്കയും കുരുമുളകും കറിവേപ്പിലയും കറ്റാർവാഴയും അതുപോലെ തന്നെ ചെറിയുള്ളിയും തുളസി എല്ലാം കൂടിയിട്ടുള്ള അരപ്പ് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിലോട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യുക. എണ്ണ കാച്ചുമ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടാൻ പാടില്ല. അത് ഏത് കുക്കിംഗ് റെസിപ്പി ചെയ്യുമ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെയാണിത്. ഇതിലും മാറ്റമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ചൂട് സൂക്ഷിക്കുമ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിലോട്ട് ആദ്യം ഇടാം. അതിനുശേഷം പതുക്കെ നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റാം. ആദ്യം ചെറിയ തീയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് യോജിക്കട്ടെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ സാധാരണ നാട്ടിലൊക്കെ എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകം എണ്ണ കാച്ചാൻ തന്നെ പാത്രം തന്നെ വീട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും, എല്ലാ വീട്ടിലും അല്ലേ. ഇപ്പം ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തവരെ ഞാനിപ്പോൾ ഇതൊരു സാധാരണ ഒരു പാത്രത്തിലാണ് ഇട്ടിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒട്ടും തീരെ പിടിക്കില്ല. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പാത്രം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കുക. ഇരുമ്പിൻ്റെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പക്ഷേ എല്ലാവരുടെ കയ്യിലും ഇരുമ്പിൻ്റെ പാത്രം ഒന്നും ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും പാത്രം കുറച്ച് അടി കട്ടിയുള്ള പാത്രമായിരിക്കണം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചൂട് നിലനിർത്താൻ അത് ഏറ്റവും നന്നായിരിക്കും. അതായത് കണ്ടിന്യൂസ് ആയി ഇളക്കിയിട്ടില്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയി ഇളക്കണം എന്നില്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഞാനിപ്പോൾ ചൂട് മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടിത് കിടന്ന് മിക്സായി. ഈ കൊറ്റനുണ്ടല്ലോ നമ്മൾ ചേർത്തിരിക്കുന്ന ഈ മിക്സില്ലേ, എല്ലാത്തിനും നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്നത് ശരിക്കും നല്ല എന്താ പറയുക, മണൽ പരുവം എന്ന് പറയാം. മണൽ പരുവം ആവുന്നത് വരെ ഇത് ഇതിൽ കിടന്ന് നന്നായി കുക്കാവണം. അപ്പോഴാണ് കറക്റ്റ് തലയിൽ തേക്കാൻ പാകത്തിലുള്ള പരുവാവുക. അതേസമയം ചിലവർ ചെളിപ്പാകെന്ന് പറയും, അതുപോലെ തന്നെ തിരിപ്പാകെന്ന് പറയും. അങ്ങനെ പല രീതിയിൽ നമുക്ക് എണ്ണ കാച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ തലയിൽ തേക്കുന്ന എപ്പോഴും ഇങ്ങനെ മണൽ പാകത്തിൽ വേണം. മണൽപ്പാകം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അമ്മാമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള അറിവെനിക്കുണ്ട്. പക്ഷേ ബാക്കി ഈ തിരിപ്പാകെന്നും അതുപോലെ തന്നെ ചെളിപ്പാകെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കറിവേൾഡ് ഫാനും അതുപോലെ തന്നെ ഫോളോവറുമായിട്ടുള്ള ഡോക്ടർ ശ്രീലക്ഷ്മി
ആണ് ഇതൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ശ്രീലക്ഷ്മി കുട്ടി ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. എല്ലാ സംശയങ്ങളുടെ ഉത്തരങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇതേപോലെ ഞാൻ ഇതേപോലെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരോട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഡോക്ടറല്ല. അതുകൊണ്ട് ഇതേപോലെ ഡോക്ടേഴ്സിനോടൊക്കെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനിങ്ങനെ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ വരില്ലേ? കുട്ടിക്കാലത്തിലെ പരിചിതമായ മണങ്ങളിലൊന്നാണ് എണ്ണ കാച്ചുന്ന മണം. കാരണം എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛമ്മ, എൻ്റെ അമ്മമ്മയല്ല, എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് ഭയങ്കര മുടിയായിരുന്നു. നമ്മൾ പറയില്ലേ തോളം കിടക്കുന്ന നല്ല സിൽക്കി പോലെ മുടിയായിരുന്നു. തൂവെള്ള കളറിലുള്ള നല്ല കട്ടിയുള്ള മുടിയായിരുന്നു. അതാണ് അച്ഛമ്മനെ കുറിച്ചുള്ള എൻ്റെ ഏറ്റവും ആദ്യം എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു രൂപം എന്ന് തന്നെ പറയണത്. ആ ബാക്കിൽ ഇങ്ങനെ അച്ഛമ്മ മരിക്കുന്ന ഒരു വർഷം മുൻപ് വരെ നല്ലോണം മുടി ഉണ്ടായിരുന്നു. പിന്നെ കിടപ്പായതിനു ശേഷം മുടി മുറിച്ച് കളയേണ്ടി വന്നു. കാരണം അങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് മുടി നോക്കാൻ പറ്റാത്ത കാരണം. പക്ഷെ ഇപ്പോഴും അച്ഛമ്മ എന്താ പറയാ ആരോഗ്യമുള്ള സമയം വരെ നല്ലോണം മുടി കെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പണ്ടൊക്കെ കാലത്ത് അതുകൊണ്ട് അച്ഛമ്മയ്ക്ക് നിർബന്ധമായിരുന്നു എണ്ണ കാച്ചി തരണം എന്നൊക്കെ പറഞ്ഞ് അവിടെ അവരെ കൊണ്ടൊക്കെ എണ്ണ കാച്ചി തരുമായിരുന്നു. അങ്ങനെ എന്താ പറയാ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് എണ്ണ കാച്ചുന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ അന്നൊന്നും ഈ പറഞ്ഞ പോലെ അമ്മയും അച്ഛമ്മയൊക്കെ ശ്രദ്ധിക്കുന്ന കാരണം നമുക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു. പിന്നെ ആര് ശ്രദ്ധിക്കുന്നു? സ്വന്തമായിട്ടൊരു ഫാമിലി വരുമ്പോൾ നമ്മൾ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നു എന്നല്ലാതെ സ്വന്തമായിട്ട് നീക്കി വെക്കാൻ നമുക്ക് സമയമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു തെറ്റെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റും വരാറുണ്ട് ഇങ്ങനെ എണ്ണ കാച്ചുന്നതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തൊക്കെ രീതിയിലാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. സാധാരണ യാതൊരുവിധ അസുഖങ്ങളും ഇല്ലാത്ത ആൾക്കാരുടെ മുടി കൊഴിയുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലോണം മാറ്റങ്ങൾ വരും. താരൻ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ലോണം മുടി കൊഴിച്ചിൽ വരും. അപ്പൊ താരന് ഏറ്റവും നല്ലതാണ് ഉലുവ. പിന്നെ മാത്രമല്ല ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ ഉലുവയൊക്കെ തലയിൽ അരച്ച് തേച്ച് തരുമായിരുന്നു അച്ഛമ്മ. അന്നൊന്നും നമുക്ക് തലവേദന ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ സൈനസിന്റെ അത്ര പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ ശരിക്കും പറ്റിയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് സൈനസിന്റെ പ്രോബ്ലം ഒന്നും ഇല്ല കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉലുവയൊക്കെ അരച്ച് തേച്ച് കുറച്ചൊരു മിനിമം 20 മിനിറ്റ് എങ്കിലും തലയിൽ വെച്ച് അതിനുശേഷം കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും താരൻ പോകാനൊക്കെ. തലയ്ക്ക് ഏറ്റവും തണുപ്പും കിട്ടും നമുക്ക്. പിന്നെ ഉറക്കില്ലായ്മ ഈ മുടി കൊഴിച്ചിലിന് ഏറ്റവും വലിയൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ പ്രോപ്പർ ടൈമിൽ നമ്മൾ ഉറങ്ങുക, പ്രോപ്പർ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഹോർമോണൽ ചേഞ്ചസ്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് മുടി കൊഴിച്ചിലിന് പുറകിൽ. അപ്പം നമ്മുടെ മുടി ഒരുപാട് കൊഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാതിരിക്കില്ല അതിൻ്റെ പുറകിൽ. അപ്പോൾ നിങ്ങളൊരു നല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ അറിയുക, അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. അപ്പോൾ എണ്ണ ഇപ്പം തേക്കുന്നതുകൊണ്ട് എന്തായാലും ദോഷം വരില്ല, എപ്പോഴും ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഒക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ഒക്കെ എണ്ണയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അമ്മമാർ. നമ്മുടെ അമ്മമാർ കാച്ചി തരും, നമ്മൾ തേക്കും. ഇതൊന്നും അറിയേണ്ട ആവശ്യമേ ഉണ്ടാവാറില്ല സാധാരണ രീതിയിൽ. പിന്നെ മാത്രമല്ല ഈ സാധനങ്ങളുടെ അവൈലബിലിറ്റി ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് എണ്ണ കാച്ചാം. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് ബാക്കിലോട്ട് മാറി നിൽക്കണം, അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളിതിൽ ഒട്ടും വെള്ളമില്ല എങ്കിൽ പോലും ഇതിലുള്ള വെള്ളത്തിന്റെ അംശങ്ങളുണ്ടല്ലോ, നമ്മൾ കറ്റാർവാഴയിലൊക്കെ നല്ലോണം വെള്ളത്തിന്റെ അംശങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും. അപ്പം എപ്പോഴും സൂക്ഷിക്കുക, എണ്ണ കാച്ചുമ്പോൾ ഒരു അകലത്തിൽ നിന്ന് മാത്രം നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മുഖത്തോട്ടും കയ്യിലോട്ടൊക്കെ പൊട്ടിത്തെറിക്കും. അതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ മാക്സിമം വലിയ പാത്രം അല്ലെങ്കിൽ കുഴിയുള്ള പാത്രം ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. നല്ലോണം പൊട്ടിത്തെറിക്കേണ്ട പരിവായിട്ടുണ്ടെങ്കിൽ കുമിളുകളൊക്കെ വരാൻ തുടങ്ങിയത് കണ്ട. കുമിളുകൾ വരുമ്പോൾ അർത്ഥം എന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടിത്തെറിക്കാറായിട്ടുണ്ടെന്നാണ്. അപ്പോൾ സൂക്ഷിക്കുക. ചിലർ ഇതിൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട്, പക്ഷെ ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല. എനിക്ക് വെളുത്തുള്ളി ചേർക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ, കുറച്ചധികം നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും എണ്ണ. അപ്പോൾ ഞാനൊരു പറയാം, നമ്മൾ എണ്ണ എപ്പോഴും 2 ഭാഗമായിട്ട് തിരിക്കുക. അതായത് ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട എണ്ണ ചെറിയൊരു കുപ്പിയിലും ബാക്കി എടുത്ത് വെക്കേണ്ട എണ്ണ വേറൊരു കുപ്പിയിലെടുത്ത് മാറ്റി വെക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്ക് കേടാവാണ്ടിരിക്കും. പിന്നെ എപ്പോഴെപ്പോഴും ഉപയോഗിക്കുമ്പോഴാണ് സാധനം എണ്ണ കാറാന്ന് പറയത്തില്ല, കാറിപ്പോവാന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത്. കുറേ ദിവസം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ ഉണ്ടാക്കിയാൽ മതി. ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പം നാട്ടിൽ നിന്നൊക്കെ കാച്ചിക്കൊണ്ട് വരികയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള എണ്ണ മാത്രം പുറത്തെടുത്ത് വെച്ചിട്ട് ബാക്കി എണ്ണ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എപ്പോഴും എണ്ണ ഉടയുന്ന കുപ്പിയിൽ, ചില്ല് കുപ്പിയിലാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള കുപ്പി കിട്ടുകയാണെങ്കിൽ അതിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. പിന്നെ നമ്മൾ തലയിൽ തേക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന്, ഒരുപാട് ചൂടാക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി തലയിൽ തേക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. ഇത് മണൽപ്പരുവാവണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും, 45 മിനിറ്റെങ്കിലും മിനിമം എടുക്കും. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ താഴെ പിടിക്കും. എണ്ണയൊക്കെ കാച്ചുമ്പോൾ മാക്സിമം പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ മരത്തിൻ്റെ തവിയൊക്കെ ഉപയോഗിക്കുക.
അതാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. കൈ വിടാണ്ട് ഇളക്കൊന്നും വേണ്ട കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയേ. കാരണം ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇങ്ങനെ താഴെയൊന്നും പിടിക്കില്ല, അതിനെക്കുറിച്ച് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും താഴേക്ക് മാറ്റി കൊടുക്കണം, കാരണം അല്ലെങ്കിൽ ഈ താഴത്തെ മാത്രം ഡ്രൈ ആയിട്ട് മാറും, മുകളിൽ കിടക്കുന്നത് അങ്ങനെ ഇതായിട്ട് പോലെ കിടക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അതേസമയം കൈ വിടാണ്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലത്തെ ജലാംശം കംപ്ലീറ്റ് വറ്റണം, അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. അപ്പോഴാണ് മണൽപ്പരിവ് ആവുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റും. നല്ലൊരു എന്താ പറയുക, നമ്മൾ നാളികേരം വറക്കുമ്പോൾ നാളികേരം വറുത്തിട്ട് അവസാനം ഉള്ളൊരു ഫീലിംഗ് ഇല്ലേ, അതന്നെ ആ ഒരു സംഭവം, ആ ഒരു രീതിക്ക് വരണം നമ്മുടെ എണ്ണ. അപ്പോഴാണ് ഇതിലത്തെ കംപ്ലീറ്റ് സത്ത് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വെള്ളത്തിന്റെ അംശവും കംപ്ലീറ്റ് മാറിയിട്ടുണ്ടാവും. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്, എണ്ണ കാച്ചുന്നതൊക്കെ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. പക്ഷെ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ളത്. ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഡെയിലി എണ്ണ തേച്ചിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എണ്ണ ഡെയിലി തേക്കണം എന്നൊക്കെ. അല്ലെങ്കിൽ ചീത്തയായിരുന്നു എന്നെയൊക്കെ പറയാം. ചീത്ത പറഞ്ഞാൽ എല്ലാവരും മുന്നിൽ വെച്ച് ചീത്ത പറയും. അവള് എണ്ണ തേക്കാണ് നടക്കുന്നത് കണ്ടില്ലേ, ചെമ്പം മുടിയായിട്ട് നടക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരെ എവിടെ എണ്ണ തേക്കുന്നു? എൻ്റെ മക്കളുടെ കാര്യം പിന്നെ പറയേ വേണ്ട, അവർക്ക് എണ്ണ എന്ന് പറഞ്ഞാൽ അലർജിയാണ്. അപ്പം ഞാനെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ തേക്കും, പണ്ടത്തെ പോലെ തേക്കാറില്ല. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇതേപോലെ കാച്ചി എണ്ണയൊക്കെ തേച്ച് കുളിക്കുക. അപ്പോൾ ലീവുള്ള ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്ക് നന്നായി എണ്ണയൊക്കെ തേച്ച് 20 മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ. പലരും പറയും 2 മണിക്കൂർ തലയിൽ എണ്ണ തേക്കണം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മിനിമം 20 മിനിറ്റ് വെച്ചാൽ മതി. കാരണം ഒരുപാട് സമയം വെച്ച് കഴിഞ്ഞാൽ തലയിൽ നീരിറങ്ങും, കോൾഡിനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ എണ്ണ തേക്കുന്നതിന് മുൻപായിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ നെറുകയിൽ രാസനാദിപ്പൊടി തിരുമ്പും. അതിനുശേഷം എണ്ണ തേക്കുള്ളൂ. അതിന് വീണ്ടും കുളിച്ചതിന് ശേഷവും രാസനാദിപ്പൊടി തിരുമ്പാറുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് കുറേയൊക്കെ എണ്ണ തേക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവായിന്ന് തോന്നാറുണ്ട്. അപ്പോൾ രാസനാദിപ്പൊടി എല്ലാ ആയുർവേദ ഫാർമസിയിലും അവൈലബിൾ ആണ്. രാസനാദിപ്പൊടി എന്ന് ചോദിച്ചാൽ മതി, അവരെടുത്ത് തരും. അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും രാസനാദിപ്പൊടി തിരുമ്മി കൊടുക്കുക കുളിച്ച് കഴിഞ്ഞാൽ നെറുകയിൽ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് കോൾഡിനെ മാറ്റി നിർത്താൻ പറ്റും. പിന്നെ നമ്മൾ താമസിക്കുന്ന സാഹചര്യം, നമ്മളിപ്പോൾ എപ്പോഴും ഇവിടെയൊക്കെ ആണെങ്കിൽ എപ്പോഴും AC ആണ്. നമ്മൾ നാട്ടിലാണെങ്കിൽ നല്ലോണം വയർത്തിരിക്കും അല്ലേ. നമ്മൾ ഡെയിലി പുറത്ത് പോയി സ്കൂളിൽ പോയി വരുമ്പോഴേക്കും നമ്മൾ വയർത്തൊരു പരിവായിനാവും. അപ്പോൾ നമ്മൾ 2 നേരം കുളിക്കും, ഡെയിലി തല കുളിക്കും. ഇവിടുത്തെ സാഹചര്യം അങ്ങനെയല്ല. ഇവിടെ നമ്മൾ AC ഉള്ള വീട്ടിൽ നിന്ന് ബസ്സിൽ പോകുമ്പോഴും AC, സ്കൂളിലും AC, മൊത്തത്തിൽ AC മയാണ്. ശരിക്കും വയർക്കണം എന്നാണ് നമ്മൾ പറയുക, എന്നാലാണ് ശരിക്കും സ്കിന്നിന് നല്ലത്. പക്ഷെ ഇവിടെ വയർപ്പ് വളരെ കുറവാണ്. അത് നമുക്ക് ശരിക്കും ദോഷം ചെയ്യും. ഇപ്പം ഞാൻ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലോണം വയർക്കും. ഇപ്പം എനിക്ക് പറ്റുന്നില്ല, കാരണം നമ്മുടെ സ്കിന്ന് ഇവിടുത്തെ കാലാവസ്ഥയോട് യോജിച്ച് കഴിഞ്ഞു. അപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാൽ സ്കിന്നിന് പോലെ പല പ്രശ്നങ്ങളും, എനിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ. അപ്പം അതൊക്കെയാണ് നമ്മളുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തെ പ്രോബ്ലംസ്. ഇപ്പം ഇതിൻ്റെ പരുവം കണ്ട, നമ്മൾ നേരത്തെ കുഴകുഴായിരിക്കുമായിരുന്നില്ല, ഇപ്പം ഇത് തനിയെ നമുക്കിങ്ങനെ കാണാൻ പറ്റും തരികളൊക്കെ. ഒരു 15 മിനിറ്റും കൂടെ മിക്കവാറും ഇത് വേണ്ടി വരും. 3/4 മണിക്കൂർ കൊണ്ട് ആവുന്നില്ല. അത് മൊത്തത്തിൽ 1 മണിക്കൂറൊക്കെ വേണ്ടി വരുന്ന തോന്നുന്നു കേട്ടോ. ഞാൻ സാധാരണ ചെയ്യാറുണ്ടെങ്കിലും സമയമൊന്നും സത്യം പറഞ്ഞാൽ നോക്കാറുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമയമൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമ്മളെപ്പോഴും സൂക്ഷിക്കുക, ഒരുപാട് ഓവറായിട്ട് കരിയാൻ പാടില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയുടെ ഗുണം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ സമയമാകുമ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ആയി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ കണ്ട ഇതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയിട്ടുണ്ട്, ബ്ലാക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടെ സമയം മതി നമുക്കിത് റെഡി ആയി കിട്ടാം കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആവാറാവുന്ന സമയത്ത് പത വരാൻ തുടങ്ങും നന്നായിട്ട് കേട്ടോ. അപ്പം അതും അതിൻ്റെ ഒരു ലക്ഷണമാണ്. കണ്ടില്ലേ, കൊറ്റന് നമുക്ക് ഡാർക്ക് കളറായിട്ടിരിക്കുന്ന വേണ്ട, ഈ ബ്രൗൺ കളർ വരണം കൊറ്റന്. ഒരു ഇച്ചിരി കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എണ്ണ റെഡിയാവും. നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട്, കൊറ്റ നല്ല മുരുമുര ആയിട്ടുണ്ട്, അതായത് മണൽപ്പരിവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓഫ് ചെയ്യാൻ, ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാണ്. അപ്പോൾ കറക്റ്റ് എനിക്ക് 1 മണിക്കൂറാണ് എടുത്തിരിക്കുന്നത് എണ്ണ ഇതുപോലെ ഈ ഒരു പരുവായി കിട്ടാൻ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇനി ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കരിഞ്ഞു പോവും, പിന്നെ എണ്ണയുടെ ഗുണം നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു 1/4 ഭാഗം ആയിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം നമുക്കങ്ങ് അരിച്ച് മാറ്റി വയ്ക്കാം. ഇച്ചിരി ഒന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട, മണൽ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിങ്ങനെ തൊട്ട് കഴിഞ്ഞ് നമുക്ക് മണൽ പോലെ ഫീൽ ചെയ്യണം, അതാണ് അതിൻ്റെ പരുവെന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്ന് സൂക്ഷിക്കണം. നമ്മുടെ എണ്ണയുടെ ചൂട് നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കാം. നിങ്ങളൊരു തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ല നൈസായിട്ടുള്ള തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ തുണി കൂടെ അരിച്ചെടുത്താലും മതി. എന്താ മണമെന്നറിയാമോ? ഹോം മെയ്ഡ് എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം മെയ്ഡ് എണ്ണയുടെ ആ ഒരു ഇത് വരുന്നതിലും കിട്ടില്ല കേട്ടോ. ഫ്രഷായ തുളസിയും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചേനെയായിരുന്നു. മാക്സിമം ഈ കൊറ്റനിൽ നിന്ന് സൗണ്ട് കേട്ടോ നിങ്ങൾ, അതേപോലെ ഒരു സൗണ്ട് കേൾക്കണം. നമ്മൾ സ്പൂൺ കൊണ്ട്
അതിൽ മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സൗണ്ട് കേൾക്കുമ്പോഴാണ് കറക്റ്റ് പരുവെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവ് എടുക്കുമ്പോഴാണ് 1 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പകുതി അളവ് എടുത്തിട്ടുള്ളൂന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ മതിയാവും കേട്ടോ എണ്ണ കാച്ചി എടുക്കാൻ. ഒരു കൂടുതൽ ഇതിപ്പോൾ നമ്മൾ അരച്ച് ചേർത്തിരിക്കുന്ന ഐറ്റംസ് ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്ന കാരണമാണ് ഇത്രയും സമയം എടുത്തത്. ഇത് നന്നായിട്ട് മണൽപ്പരുവായി കിട്ടാൻ വേണ്ടിയിട്ട്. മാക്സിമം മൊത്തത്തിലെല്ലാം അരിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ മൊത്തത്തിൽ നമ്മുടെ എണ്ണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് എണ്ണ കിട്ടിയിരിക്കുന്നത്. ഞാൻ അളന്നൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുപ്പിയിൽ എടുത്ത് വെക്കുക. അപ്പോൾ ഞാൻ 2 കുപ്പിയിലായിട്ടാണ് എടുത്ത് വെക്കാൻ പോണത്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനുള്ളത് ഒരു ചെറിയ കുപ്പിയിലും വെക്കുക, പിന്നെ മാറ്റി എടുത്ത് വെക്കേണ്ടത് ഒരു വലിയ കുപ്പിയിൽ എടുത്ത് വെക്കാം കേട്ടോ. കളർ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് കളറാണ് നമ്മുടെ എണ്ണയുടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് വീട്ടിൽ എണ്ണ കാച്ചുന്നത്. അപ്പോൾ അവൈലബിൾ ഇപ്പം ഞാൻ ഇപ്പോൾ കാണിച്ച എല്ലാ ഐറ്റംസും ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്ര എണ്ണയാണ് ഞാൻ അരിച്ചപ്പോൾ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഞാൻ 2 കുപ്പിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ കുപ്പി ഞാൻ എടുത്ത് വെക്കും. ഇതാണ് ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എമൗണ്ടിൽ നിന്ന് നമുക്ക് കാച്ചി കഴിഞ്ഞാൽ കിട്ടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അരിപ്പയിൽ നിന്ന് നന്നായിട്ട് മാക്സിമം നമ്മൾ ആ കൊറ്റനിൽ നിന്ന് മാക്സിമം എണ്ണ അരിച്ചെടുക്കണം. പിന്നെ താഴെ കുറച്ച് ഊറിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല നൈസ് തുണി കൂടിയൊക്കെ ആണെങ്കിൽ മാക്സിമം നമ്മൾ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിലത്തെ കൊറ്റനൊക്കെ പോയിക്കോളും. എന്നാൽ പോലും 1 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴേക്കും താഴെ നന്നായിട്ട് ഊറി വരും. അപ്പം മേലത്തെ എണ്ണ മാത്രം ഒരു ഫണലിൽ കൂടെ നമുക്ക് കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കാം. ബാക്കി താഴെ ഊറിയിരിക്കുന്ന എണ്ണ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ കുപ്പിയിലാക്കുമ്പോൾ ഊറിയ ഭാഗം ഒഴിക്കാൻ പാടില്ല. മേലത്തെ എണ്ണ മാത്രം ഒഴിക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണ് നമുക്ക് എണ്ണ ഉണ്ടാക്കുക. എത്ര എളുപ്പമാണ്. നമുക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും ഇതേപോലെ കാച്ചി എണ്ണ ഉണ്ടാക്കാം. ഇപ്പം കുട്ടികൾക്കൊക്കെ തേപ്പിച്ച് കൊടുക്കുക, ശീലിപ്പിക്കുക. ഞാൻ പറഞ്ഞ പോലെ രാസനാദിപ്പൊടി കിട്ടുകയാണെങ്കിൽ രാസനാദിപ്പൊടി വാങ്ങിക്കാൻ മറക്കരുത്. വീക്കിലി 2 പ്രാവശ്യമെങ്കിലും ഈ കാച്ചി എണ്ണയൊക്കെ തേച്ച് കുളിക്കുമ്പോൾ ഒരു പ്രത്യേക തലയ്ക്കൊരു തണുപ്പും ഒരു ഉന്മേഷമൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ നല്ല ഉറക്കം കിട്ടും. ഉറക്കം കിട്ടിയാൽ തന്നെ ജീവിതത്തിലെ സ്ട്രെസ് പകുതിയും ഒഴിവാക്കാൻ പറ്റും. പിന്നെ എപ്പോഴും ഈ പറഞ്ഞ പോലെ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ചിരിക്കുക, മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. മീൻ വറുത്തത്, കൂർക്ക, ഉള്ളിമുളകും, വെണ്ടയ്ക്ക, പിന്നെന്തിട്ടത് അമ്മ, ചക്ക, കയ്പ്പയ്ക്ക, മാമ്പഴപ്പുളിശ്ശേരി, വീണ്ടും ചക്കുൾക്ക്, പിന്നെ അത് മീൻകറി, ചക്കപ്പഴം കളറില്ലെങ്കിലും മധുരം ഉണ്ട് കേട്ടോ. പയറുപ്പേരി, ചോറ് കുറച്ചുള്ളൂ കേട്ടോ. ഞങ്ങളെ ചോറ് കുറച്ചുള്ളൂ, കറികൾ മാത്രമേ കുറേ. പരിപ്പ് ഉള്ളിമുളക് കുത്തി കാച്ചിയത്, പരിപ്പും തക്കാളി. പിന്നെ അടുത്തൊരു സ്പെഷ്യലാണ് നമ്മുടെ പാവയ്ക്ക കൊണ്ട് ഒരു സലാഡ്. ഇതാണ് നമ്മുടെ ജാൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം. അപ്പോൾ നമുക്കൊരു പിടി പിടിക്കാം കൂട്ടാ. ശരി.